സമർപ്പണം സമർപ്പണം സമ്പൂർണ്ണ സമർപ്പണം. സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം. സർവേശൻ തന്നുടെ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 നവംബർ 24 ഞായറാഴ്ച ഏവങ്കേലിയോൻ ഭാഗമായി ചിന്തിക്കുന്ന ചിന്താവിഷയം അനൗൺസിയേഷൻ ടു വെർജിൻ മേരി. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് വെർജിൻ മേരി, ദ മോഡൽ ഓഫ് ഡെഡിക്കേഷൻ ഫോർ ദ പീപ്പിൾ ഓഫ് ഗാഡ് എന്നുള്ളതാണ്. ഇതിന് എടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവജനത്തിന് സമർപ്പണത്തിന്റെ മാതൃകയാണ് കന്യക മറിയം. ഡയസ്പോറ സൺഡേ ആയി കൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ് നവംബർ 24, പ്രവാസി ഞായർ. ഡയസ്പോറ എന്ന വാക്കിന്റെ അർത്ഥം ടു സ്കാറ്റർ എബൌട്ട്. ഇതൊരു ഏഷ്യന്റ് ഗ്രീക്ക് വേർഡാണ്. സ്പ്രെഡ് ഓഫ് എ പീപ്പിൾ ഫ്രം ദെയർ ഒറിജിനൽ ഹോം ലാൻഡ്. സ്വദേശത്ത് നിന്ന് ചിതറിപ്പാർത്തതായിട്ടുള്ള വിശ്വാസികൾ. ഡയസ്പോറ കമ്മ്യൂണിറ്റിയുടെ ഉത്തമ ഉദാഹരണമാണ് ജോസഫിന്റെയും മേരിയുടെയും കുടുംബം. നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഒക്കെ തന്നെ ചിതറി പാർത്തവരാണ് ഇവർ. ഇവിടെ കന്യക മറിയം എങ്ങനെ സമർപ്പണത്തിന്റെ മാതൃകയായി മാറി എന്നതാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഷി വാസ് യുണീക്ക്ലി ഡിസൈൻഡ് ആൻഡ് ഡിവൈൻലി കമ്മീഷൻഡ്. ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, കന്യക മറിയം ഷി വാസ് യുണീക്ക്ലി ഡിസൈൻഡ് ആൻഡ് ഡിവൈൻലി കമ്മീഷൻഡ്. സ്വർഗീയ നിയോഗത്തിനായി വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീരത്നം. മേരി എ ഗോഡ്ലി എക്സാമ്പിൾ ടു ഓൾ. പ്രയാസമേറിയതെന്ന് വില കൊടുക്കേണ്ടതായ പല സാഹചര്യങ്ങളിലും അത് കൊടുക്കാൻ തയ്യാറായ സ്വയം സമർപ്പിതരായവരാൽ അനുഗ്രഹീതമായ ഒരു ലോകത്തിൻ്റെ ചരിത്രമാണ് നമുക്കുള്ളത്. ഇംഗ്ലീഷ് നോവലിസ്റ്റും ജേർണലിസ്റ്റുമായ റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: God could not be everywhere and therefore he made mothers. ദൈവം എല്ലായിടത്തും എത്താൻ കഴിയാത്തത് കൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു. ഏതൊരു ശിശുവിൻ്റെയും ജനനം ഒരു അത്ഭുതം തന്നെയാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ലോക ചരിത്രത്തിലെ തന്നെ ഒരു അത്ഭുത സംഭവമാണ്. ഈ ജഡാവതാരണത്തിനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് അവഗണിക്കപ്പെട്ട നസ്രയത്തിൽ നിന്നും ദരിദ്രയായ ഒരു കന്യകയാണ്. കന്യക മറിയത്തിന് എങ്ങനെ ഈ കൃപ ലഭിച്ചു, എങ്ങനെ അവൾ സമർപ്പണത്തിൻ്റെ മാതൃകയായി മാറി എന്നതാണ് നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അരുളപ്പാടുകളുടെ ഒരു വലിയ പരമ്പര തന്നെ ബൈബിളിലുടനീളം നമുക്ക് ദർശിക്കാവുന്നതാണ്. ഗബ്രിയേൽ ദൂതന്റെ അറിയിപ്പ് സെക്രിയ പുരോഹിതനും മറിയയ്ക്കും മാത്രമല്ല, ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പേ ദാനിയേൽ പ്രവാചകനും ലഭിച്ചിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 15-17 വാക്യങ്ങളിൽ അത് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. ഇവിടെ ഗബ്രിയേൽ ദൂതൻ ലോകരക്ഷകന്റെ ജനനത്തെ അറിയിക്കാൻ മറിയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഗ്രീറ്റിംഗ്സ് ഓ ഫേവേർഡ് വൺ, ദ ലോർഡ് ഈസ് വിത്ത് യു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ഇത്ര ശ്രേഷ്ഠമായ വന്ദനത്തിന് യോഗ്യ ആക്കി തീർത്തതായ കന്യക മറിയത്തിന്റെ 3 സവിശേഷതകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് അവളുടെ പ്രത്യേകത നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത് മേരി സിൻസിയർ ബിലീവ് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. ആശങ്കകൾക്ക് നടുവിലും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച കന്യാമറിയം. ഹൂ ആം ഐ, ഹൂ ഈസ് ഗാഡ് എന്നത് വ്യക്തമായി അറിഞ്ഞവളാണ് കന്യകാമറിയം. അറിയിപ്പിനെ തലച്ചോറ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് മറിയ സ്വീകരിച്ചത്. വിശുദ്ധ ലൂക്കോസ് 1:45
എലിസബത്ത് പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ബ്ലെസ്സഡ് ഈസ് ഹു ബിലീവ്ഡ് ഇൻ ഹിം. ഓൾഡ് ടെസ്റ്റമെന്റിൽ മുഖ്യമായി കാണുന്ന 3 വർഗക്കാരുണ്ട്. ഒന്നാമതായിട്ട് യഹൂദർ, യവനർ, റോമാക്കാർ. ഇവർ ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. BC 200-നും AD 100-നും ഇടയിലുള്ള സമയങ്ങളിൽ അവരുടെ യഹൂദ എഴുത്തുകളിലൊക്കെ മശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ കാണുന്നുണ്ട്. ഈ കാലസമ്പൂർണതയിലാണ് ദൈവം ജഡാവതാരം എടുത്തത്. സങ്കീർത്തനം 31:15 പറയുന്നു, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ആകുന്നു. ഇത് മറിയവും വിശ്വസിച്ചിരുന്നു. ഭക്തിയുള്ള യഹൂദന്മാരൊക്കെ വിശ്വസിച്ചിരുന്നു. ശിമയോനും ശമരിയ സ്ത്രീയും ഒക്കെ ഇത് ഏറ്റുപറഞ്ഞു, സാക്ഷാൽ മശിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഐ ഹാവ് സീൻ ദ ലോർഡ്. ഇവരുടെയൊക്കെ വാക്കുകളിൽ ഇത് സ്പഷ്ടമാണ്. ജീസസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ ലോർഡ് സേവ്സ്. ഇപ്രകാരം രക്ഷകനായ ഒരു മശിഹ ഈ ലോകത്തിലേക്ക് വരുവാൻ തക്കോണം മാംസം ധരിക്കുവാൻ ഒരു ദരിദ്രയായ കന്യകയെ തിരഞ്ഞെടുത്തു. അവൾ പൂർണ്ണമായി ഈ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് അരുളപ്പാടുണ്ടായ പലരും പല രീതിയിലാണ് അതിനെ റെസ്പോണ്ട് ചെയ്തത്. എന്നാൽ ഇവിടെ മറിയ വ്യത്യസ്തമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനോടും സാറയോടും പറഞ്ഞപ്പോൾ സാറ ലാഫ്റ്റ്. ജനസിസ് 18:9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. സക്കറിയ ഡൗട്ടഡ്, ലൂക്കോസ് 1:18 കാണാം. ബട്ട് മേരി ഗ്രേഷ്യസ്ലി സബ്മിറ്റഡ്. ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമയായ മേരി അവിടെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ആഴമേറിയ വിശ്വാസം ദൈവത്തിലുള്ളത് കൊണ്ടാണ് ഇപ്രകാരം അവൾക്ക് സമർപ്പിതമായ ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം ഒരുക്കിയത്. യുണീക്ലി ഡിസൈൻഡ് ആൻഡ് ഡിവൈൻലി കമ്മീഷൻഡ്. മദർ തെരേസയുടെ വാക്കുകളിൽ മദർ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു പെൻസിലാണ്. ചിലപ്പോൾ ദൈവം കുത്തി വരയ്ക്കും, ചിലപ്പോൾ വെട്ടും, നല്ല ചിത്രങ്ങൾ വരയ്ക്കും. ചിത്രങ്ങൾ മനോഹരമാവുമ്പോൾ ചിത്രകാരനെ അല്ലയോ എല്ലാവരും പ്രശംസിക്കുന്നത്, അല്ലാതെ പെൻസിലിനെ അല്ലല്ലോ. ഇതുപോലെ ഒരു പെൻസിലായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ വിധേയപ്പെട്ടു കൊടുത്തതായ കന്യക മറിയം വിശ്വാസത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയാണ്. ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മറിയ. രണ്ടാമതായി മറിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മേരീസ് ബോൾഡ്നെസ്. ആദ്യം നാം ചിന്തിച്ചു സിൻസിയർ ബിലീവ് ഇൻ ഗോഡ്. ബിലീവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്നതായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ബോൾഡ്നെസ്. എപ്രകാരമാണ് ഒരു സ്ത്രീ ഇപ്രകാരം ബോൾഡായി മാറുന്നത്? ഹെർ ആങ്സൈറ്റീസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഒഡാസിറ്റി. ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ടേക്ക് ബോൾഡ് റിസ്ക്. ഡിവൈൻലി കമ്മീഷൻഡ് ആയിട്ടുള്ള ഈ മറിയം ഭീതിപ്പെടുത്തുന്ന ഈ ലോകത്തിൽ തളരാതെ ശാന്തമായി ധൈര്യമായിട്ട് സധൈര്യം മുന്നേറി ബോൾഡ് സ്റ്റെപ്പ് എടുക്കുവാൻ തക്കോണം ദൈവം അവൾക്ക് കൃപ കൊടുത്തു. ആദ്യമേ ഗബ്രിയേൽ ദൂതൻ വന്ദനം ചെല്ലുന്നത് തന്നെ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിക്കുമ്പോൾ അതിൻ്റെ പുറയിൽ ഒത്തിരി പെയിനുണ്ട്. പെയിൻ ഓൾവേസ് ലീവ്സ് എ ഗിഫ്റ്റ്. എല്ലാ സങ്കടങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും മുമ്പിൽ ഒരു നല്ല സമ്മാനം ദൈവം കരുതിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ മറിയത്തിൽ കൂടെ നാം കാണുന്നത്. ഇമ്പോസിബിലിറ്റി ആർ ട്രാൻസ്ഫോം ടു പൊട്ടൻഷ്യാലിറ്റി. അസാധ്യതകളെ സാധ്യതയാക്കി അവൾ മാറ്റുകയാണ്. ചില റിസ്കുകൾ എടുക്കണമെങ്കിൽ കൃപയുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. കൃപയുള്ളവർ മാത്രമേ റിസ്കുകൾ എടുക്കുകയുള്ളൂ. അവിടെയാണ് അവർ എക്സൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കൃപ ലഭിച്ചതായിട്ടുള്ള മറിയം അവളുടെ അസാധ്യമായിട്ടുള്ള ലിമിറ്റേഷൻസുകളെല്ലാം ഇൻവിറ്റേഷനാക്കി മാറ്റി. എന്താണ് കൃപ എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഗ്രേസ് is a gift of undeserved favor from God that is freely given and cannot be earned. എഫേസ്യർ 2:8-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നതായിട്ടുള്ള മേരി
ഈ ഗ്രേസ് കൊണ്ട് നിറയുമ്പോൾ, കൃപ കൊണ്ട് നിറയുമ്പോൾ അവൾ ബോൾഡായി മാറുകയാണ്. ലോകത്തെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള സിറ്റുവേഷൻസാണ് അവളുടെ ജീവിതത്തിൽ മുഴുവൻ കാണുന്നത്. ലോകത്തോട്ട് ഇറങ്ങിയാൽ കുറ്റപ്പെടുത്തുന്നതായ ഒത്തിരി മനുഷ്യരെ അവൾക്ക് കാണാൻ സാധ്യതയുണ്ട്. നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തൊട്ടാവാടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നമ്മളെപ്പോഴും അതിനെ തൊടാനായിട്ട് ശ്രമിക്കും. ടച്ച് മീ നോട്ട് എന്നാണ് അതിനെ പറയുന്നത്. മറ്റ് ചെടികളൊക്കെ നിന്നാലും ഇത് വാടുന്നത് കാണാൻ നമ്മൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും അതിനെ തൊടാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും അതിനെ തൊടാറുണ്ട്. ഇതുപോലെയാണ് ചില ജീവിതങ്ങൾ. ചിലർ തൊട്ട് കഴിയുമ്പോൾ വാടുമെന്നറിയാവുന്നത് കൊണ്ട് മനഃപൂർവ്വമായി തൊട്ട് അവരെ സങ്കടപ്പെടുത്തി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ചിലർ. അത് അന്നും ഇന്നും നിലവിലുണ്ട്. ഈ സമൂഹത്തിലാണ് മേരി പറയുന്നത്, ഞാനൊരു റിസ്ക് എടുക്കുവാനായിട്ട് തയ്യാറാണ്. എന്ത് പ്രതികൂലങ്ങൾ വന്നോട്ടെ, എന്ത് പ്രതിസന്ധികൾ വന്നോട്ടെ, ആശങ്കകളൊക്കെ നിറയട്ടെ, പക്ഷേ ദൈവം പറഞ്ഞതിനെ ഏറ്റെടുക്കുവാൻ, ഈ ബോൾഡ് സ്റ്റെപ്പ് എടുക്കുവാൻ ഞാൻ റെഡിയാണ്. എവിടെയും വാടാതെ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ അവളെ തന്നെ സമർപ്പിക്കുകയാണ്. ദ പോസിബിൾ ഗാഡ് ഡസ് ദ ഇമ്പോസിബിൾ തിങ്സ് എന്നുള്ള കാര്യം അവൾക്ക് നന്നേ അറിയാമായിരുന്നു. എല്ലാ അരുളപ്പാടുകളും വലിയ രൂപാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ദർ ഇസ് എ ഗാഡ് ഹു കെയർസ്. ദൈവം മാംസം ധരിക്കാൻ, ശരീരം വിട്ടു നൽകുവാൻ തക്കവണ്ണം ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തതായിട്ടുള്ള മറിയം നമ്മളോട് പറയുന്നു. ഈ സമർപ്പണത്തിൻ്റെ രണ്ടാമത്തേതായിട്ടുള്ള പാതയെന്ന് പറയുന്നത് ദൈവത്തിനോടൊപ്പം ചില റിസ്കുകൾ ഏറ്റെടുക്കുക. നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ എത്രയോ സ്ത്രീരത്നങ്ങൾ ബോൾഡ് സ്റ്റെപ്പ് എടുത്തതിൻ്റെ ഫലമായി ഇന്ന് എന്തൊക്കെ സമൂഹത്തിന് മാറ്റങ്ങളുണ്ടായി. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് രൂപം കൊടുത്തതായ ഐഡ സ്കഡർ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നപ്പോൾ എടുത്തതായിട്ടുള്ള ബോൾഡ് സ്റ്റെപ്പാണ് ഇന്ന് നല്ലൊരു ഹോസ്പിറ്റലായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തിയത്. മദർ തെരേസ, ദയാഭായ്, നമ്മളുടെ മുമ്പിൽ ഇന്നും ജീവിക്കുന്നതായ ദയാഭായിയുടെ വാക്കുകളിൽ പ്രകാരമാണ് പറയുന്നത്, യേശു കർത്താവ് എടുത്ത ബോൾഡ് സ്റ്റെപ്പാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഇറക്കിയത് യേശുവിൻ്റെ ആ ബോൾഡ് സ്റ്റെപ്പുകളാണ്. ഇതുപോലെ അനേക സ്ത്രീരത്നങ്ങൾ ബോൾഡ് സ്റ്റെപ്പ് എടുത്തതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിഞ്ഞു. മേരി റിയാക്റ്റഡ് ഇൻ എ ഗോഡ്ലി വേ. അവളുടെ ടാസ്കുകളും പർപ്പസുകളും അവളുടെ കമ്മിറ്റ്മെൻ്റാണ് കാണിക്കുന്നത്. അവളുടെ ഡ്യൂട്ടീസിൽ അവൾ കാണിച്ചതായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, റിസ്കിങ് എവറിത്തിങ് ഫോർ ഗോഡ്. ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ റിസ്ക് എടുക്കുവാൻ തക്കവണ്ണം അവളെ തന്നെ സമർപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നല്ല ഒരു അമ്മയായിട്ട് അവൾ ഉയർത്തപ്പെട്ടത്. കന്യകാ മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, ഹെർ ഒബീഡിയൻസ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഐ ആം ദ ലോർഡ്സ് സെർവൻറ്റ്, മേ എവറിത്തിങ് യു ഹാവ് സെഡ് അബൌട്ട് മീ കം ട്രൂ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ക്വാളിറ്റി ഓഫ് ബീയിങ് ഒബീഡിയൻറ്റ്, ശ്രേഷ്ഠമായ അനുസരണത്തിൻ്റെ മാതൃക. സമർപ്പണത്തിനുള്ള ഉദാത്തമായ ഒരു കാൽവെപ്പാണ് ഇവിടെ മറിയ എടുക്കുന്നത്. അനുസരണം യാഗത്തേക്കാൾ വലുത്. ഏകാന്തത ചില ശക്തന്മാരുടെ ജന്മഭൂമിയാണ്. ഏകാന്തതയിലായിരുന്നപ്പോഴാണ് ഈ മറിയത്തിന് ഈ ധൈര്യം ലഭിച്ചത്. ഭൗതികത്വത്തിൻ്റെ തിരക്കിലല്ല, ഏകാന്തതയുടെ മറവിലാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കാനും ദൈവഹിതം തിരിച്ചറിയാനും സാധിക്കുന്നത്. ഇവിടെ മറിയയുടെ ജീവിതത്തിൽ ദൈവഹിതം എന്തെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവിടെ സമർപ്പിക്കുവാൻ അവളെ തന്നെ സമർപ്പിച്ചു. പ്രോബ്ലംസ് എല്ലാം തന്നെ അവൾ പോസിബിലിറ്റിയാക്കി മാറ്റി. സബ്മിറ്റ് മാത്രം ചെയ്തതേയുള്ളൂ. ദ ഔട്ട്കം ബിലോങ് ടു ഗോഡ്. ദൈവിക പദ്ധതിയിൽ പലപ്പോഴും സാധാരണ ബുദ്ധി കൊണ്ടോ തത്വചിന്തകൾ കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റിയില്ല. സറണ്ടർ ടു ഗോഡ്സ് വിൽ. എഡ്യൂക്കേഷൻ ബിഗിൻസ് ഇൻ വൂംബ്, എൻഡ്സ് ഇൻ ടൂംബ് എന്നാണല്ലോ. ഇവിടെ ഈ മാതാവിൻ്റെ ഈ അനുസരണഭാവം മകനിലും നമുക്ക് ദർശിക്കാവുന്നതാണ്. ഗത്ശമന തോട്ടത്തിൽ ഉള്ളു നീറി ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത്
ഇപ്രകാരം പറഞ്ഞു, അപ്പാ, എൻ്റെ ഇഷ്ടമല്ല, യുവർ വിൽ ബി ഡൺ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ എന്നിൽ ഭവിക്കട്ടെ. ഇതേ മാതൃകയാണ് മറിയത്തിലൂടെ നമ്മളിവിടെ കാണുന്നത്. വിശ്വാസത്തിൻ്റെ തറവാട് നമ്മുടെ ഭവനങ്ങളിൽ തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഓരോ സ്ത്രീയിലും മറിയ പുനർജനിക്കുകയാണ്. ഓരോ സ്ത്രീയിലും മറിയയുണ്ട്. നന്മ നിറഞ്ഞ മക്കൾ മരിക്കുകയില്ല, അവർ പുനർജനിക്കുകയാണ്. മറിയ ഇവിടെ പഠിപ്പിക്കുന്നു, സ്നേഹം ഒരു നൊമ്പരമാണ്. ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ചില റിസ്കുകൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. അത് തീരുന്നില്ല. കാൽവറി കുരിശിൻ്റെ മുകളിലേക്ക് പോകുന്നു ആ സ്നേഹം എന്ന നൊമ്പരം. തൻ്റെ കണ്ണിന് മുമ്പിൽ തൻ്റെ മകൻ പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്നതായിട്ടുള്ള അമ്മ, ഈ പെയിൻസിനെയൊക്കെ അവൾ ഓവർകം ചെയ്യുക. APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നുണ്ട്, പെയിൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സിറ്റുവേഷൻസ്. Family creates the best environment for raising children. But busy life schedule has stolen the spiritual life of a family. അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളും ഇന്ന് തകർച്ചയിലേക്ക് പോകുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾ പുനർജനിക്കണം, നന്മയുള്ള കുഞ്ഞുങ്ങൾ പുനർജനിക്കണം. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. മദർ തെരേസ പറയുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്, ഗോ ഹോം ആൻഡ് ലവ് യുവർ ഫാമിലി. ആദ്യം ഭവനത്തിൽ തന്നെ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങട്ടെ. അത് ഹെവൻലി ട്രാൻസ്ഫോർമേഷനായി മാറട്ടെ. അങ്ങനെയെങ്കിൽ നല്ല നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാനായിട്ട് അമ്മമാരായ ഏവർക്കും കഴിയും. മറിയ എന്ന നൈർമല്യ സ്നേഹത്തിൻ്റെ സുഗന്ധം ഇന്നും ലോകമെങ്ങും പകരുന്നു, ലോകമെങ്ങും വീശുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ആ പ്രഭയിൽ നമുക്കും ഒരുമിച്ച് ചേർന്ന് യാത്ര ചെയ്യാം. 3 കാര്യങ്ങളാണ് ഞാനിവിടെ ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. 1, മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഉദാത്തമായ മാതൃക. 1, വിശ്വാസം, ബിലീവ് ഇൻ ഗോഡ്. വിശ്വാസത്തിൽ നിന്ന് ഗ്രേസ് ലഭിച്ച് അവൾ ബോൾഡ് സ്റ്റെപ്പ് എടുക്കുകയാണ്. 3ാമതായിട്ട് അവൾ അനുസരണത്തിലൂടെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇപ്രകാരമായിരിക്കട്ടെ, നിന്റെ ഹിതം എന്നിൽ പൂർണ്ണമാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ കൊണ്ടെന്നെ അഭിഷേകം ചെയ്യണം. അതിനായിട്ട് മറിയെപ്പോലെ നമുക്ക് ഏവർക്കും പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം.